ഗൈസ് സർപ്രൈസ് ആക്കിയിട്ട് തന്നെ രണ്ടാൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു, കാരണം നിങ്ങൾക്ക് അറിയണ പോലെ ആരാന്നുള്ള ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ആരാ 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 ഇവര് ഞാൻ അടിക്കോ എന്തോ എന്തോളല്ലോ കിട്ടിയ കയറി പോയത്. അത് ഹോം ടൂർ ഇവരെ വന്നിട്ട് അത് ആനന്ദാശ്രുവാണ് എന്റെ കണ്ട്. അയ്യോ ഡ്രസ് ഓരോ കണ്ടോ. ഞാൻ ഈ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തു, പക്ഷെ അത് ചുറ്റിപ്പോയിട്ട് ഞാൻ സ്നേഹം രണ്ടാളുടെ വരെയുള്ള സ്നേഹമാണോ അത്? എന്തൊക്കെയാണ്? ഹലോ എക്സ്ക്യൂസ് മീ ഓൾഡ് ഗേൾ, ഇതാണോ എന്റെ വീട്? വരൂ. സുരേഷിക്ക് വെച്ചിട്ടുള്ളൂ. ഇന്നലത്തെ ഒരു ബിരിയാണി ഉണ്ടാ ചൂടാക്കി കൊടുക്കാറുണ്ട്. അതിന് ചിക്കൻ മേടിക്കണം പോയിട്ട്, ചിക്കൻ കറി മേടിക്കാൻ പോയിട്ട് കഴിഞ്ഞു. പറയണ്ടേ വാക്ക് പേരുണ്ടെന്ന് പറയണ്ടേ? അതെ. ഇതെന്ത് പോസ്റ്റ് ചെയ്യോ? ഇന്ന് പോസ്റ്റ് ചെയ്യോ? ഇല്ല. ഈ സാധനങ്ങളൊക്കെ ഉണ്ടേ ദൈവം, നമുക്ക് ഇതൊക്കെ ഉണ്ടേ. നമുക്കൊന്നുമില്ലേ? നമ്മൾ കൈയോട്ട് പിടിക്കണേ. നമ്മള് നിങ്ങൾക്ക് ആൾക്കാര് മൈക്കോ എന്തെങ്കിലും ഉണ്ട്. മൈക്കോ ഓക്കെ, ഇതെന്തെങ്കിലും ഉണ്ട്. സെയിം ഇപ്പൊ പറക്കി തിന്നുന്നു. എവിടെയൊക്കെ തെരഞ്ഞെടുത്ത് കഴിക്കുന്ന രണ്ട് ആൾക്കാർ. അടുത്ത പാത്രം പോകണോ? അടുത്ത പാത്രം തരാൻ പോണു. ജയന്തി ജയന്തി എന്നെ ഓക്കെ ബൈ. ഞാൻ ഇറങ്ങി വീട്ടിൽ വരാം. ഗൈസ് വന്നതിന് ബുദ്ധിമുട്ടായി ചോദിക്കുന്നുണ്ട്. നല്ല ബുദ്ധിമുട്ടായിട്ട് ഇറങ്ങി പോരാണ്ട്. ഫുഡൊന്നും ഇല്ലാത്ത സമയത്ത് വന്നേക്കണേ. എന്റെ അമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തന്നെ പറക്കി തിന്നാണ്ട്. സർപ്രൈസ് അതെ നല്ല ബുദ്ധിമുട്ടായി ഇറങ്ങി പോകുന്നു. അതെ ഇല്ല, ഞാൻ ഇന്നലത്തെ ബിരിയാണി ഒക്കെ ചൂടാക്കിയിട്ട് ഞാൻ കൊടുത്തിരിക്കും. ജയന്തി ചേച്ചി എന്ന് ഒരാളുടെ സ്റ്റോറിയിൽ ഞാൻ കണ്ടത് ഇന്ന് രാവിലെ. ജയന്തി ചേച്ചി ചാച്ചി പഴയ ബിരിയാണി അത് നീ പറഞ്ഞുകൂടെ അപമാനിക്കാതെ. എക്സ്ക്യൂസ് മീ, പുതിയ ബിരിയാണി ചൂടാക്കി. നല്ല ബിരിയാണി. അത് കായസിലെ അത് തരാല്ലേ? ഓക്കെ നാരങ്ങ ബിരിയാണി. അതെ അതല്ലേ നല്ല വിശക്കുന്ന എനിക്ക്. നല്ല കുഴപ്പമില്ല. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. ആക്ച്വലി എന്റെ ഫോണിൽ ഇങ്ങനെ കാണുമ്പോ ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. രസം. എന്റെ ഫോണിൽ ഫിൽറ്റർ ഇല്ല. ഫിൽറ്റർ ഉണ്ട് ഗൈസ്. അപ്പൊ നന്ദു സ്വന്തമായിട്ട് മേടിച്ചു കൊടുത്തത് സ്വന്തമായിട്ട് കഴിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ ചോറുണ്ട്, മീൻ വറുത്തതുണ്ട്, മീൻ കറി, നല്ല മീൻ കൂർക്കുപ്പേരിയൊക്കെ അതുണ്ടായിരുന്നു മിഞ്ഞാന്ന്. അതെ ഒരാൾ വിളിച്ചിട്ട് ഞാൻ എറണാകുളത്താണ് കേട്ടോ. ഇതൊക്കെ പാവം ഈ നല്ല മധുര. ഞാൻ ഇന്നലെ വിട്ട് ഷുഗർ ഡയറ്റ് എടുത്തതായിട്ട് എന്നിട്ട് വീണ്ടും ഈ സാധനം കൊണ്ട് വെക്കുക. മനുഷ്യനാ ഇതാക്കാൻ കുഴപ്പമില്ല. ഇന്നും കൂടി എടുക്കാണ്ടിരിക്കാം. കൊണ്ടുപോ തിരിച്ചു കൊണ്ടുപോ. കാണാനില്ലേ? ഓ നിങ്ങൾക്ക് നിങ്ങളൊക്കെ കുറച്ച് എഫക്റ്റ് കിട്ടിയിട്ട് കാണാനല്ലേ? നിങ്ങളുടെ കുറച്ച് കാണാനല്ലേ? വിശപ്പിന്റെ അസുഖം കയറിയില്ല. സത്യം പറ. നാരങ്ങുള്ളം കലക്കാൻ പോകുന്ന നന്ദന. അതെ നന്ദന ഒരു കാര്യം പറയട്ടെ, നിനക്ക് സങ്കടാവോ? എന്റെ ഫോണിലാട്ടോ കാണാൻ ഭംഗി. ഓ മറ്റേ രോഹിണി എന്താണ് എന്റെ എടാ ഇതില് ഫിൽറ്റർ ഇല്ല. സാംസങ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ കുട്ടി ഇങ്ങനെന്തായാലും ഒന്ന് നാരങ്ങ കളിക്ക് വരട്ടെ കഴിച്ചു. എനിക്കെല്ലാം വിശക്കണ്ടേ? ക്യാമറ കാണണ്ട്. ഓക്കെ ബൈ. ഇതെന്താ എന്റെ പോസാവാത്തെ? ആ പറമുത്തേ സർപ്രൈസ് ആയിട്ട് രണ്ട് അതിഥികൾ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ
ഒരു ടാങ്ക് പോലും ഇല്ലാത്ത സമയത്താണ് എന്റെ വീട്ടിൽ വന്നത്. ഒരു രസം പോലും കലക്കാനില്ല. വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അല്ല അതാണ് നാച്ചുറൽ തിങ്സ് രണ്ടാളെയും കാണാലോ. കുഴപ്പമില്ല. ഞാൻ വ്ലോഗ് എടുത്ത് തരാണ്. എനിക്ക് അങ്ങനെ വലിയ ഡിമാൻഡ് കാണിക്കുന്നേ. ഞാൻ കുളിച്ചിട്ടില്ല ഗൈസ്. ഇവര് തന്നെ നന്നായി പിഴിയുന്ന അറിയാം. പണ്ട് മുതലേ നന്നായി പിഴിയുന്ന ഒരാളാണ്. നന്നായിട്ട് പിഴിയുന്ന ഒരാളാണ്. നന്നായിട്ട് എല്ലാരും പിഴിയുന്ന ആളാണ്. കുറച്ച് തടുത്ത വെള്ളം നാരങ്ങൾ ഉണ്ടാക്കുന്ന വിധം ആദ്യം നാരങ്ങൾ പന്തത്തേക്ക് പിഴിയ. എന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞ ആളാരെ രാവിലെ എന്നെ വിളിച്ചിട്ട് പറയാം നന്ദനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരും പറയരുത് ഞാൻ ഈ പെണ്ണിനെ കണ്ടുപിടിക്കട്ടെ. അത് ചെന്നൈക്ക് പോണേ. കണ്ട നമ്മളിവിടെ തൃശ്ശൂരൻ ഇതൊക്കെ ചെന്നൈ പോയിട്ട് ചെന്നൈ പഠിക്കാൻ പോയില്ലേ? പഠിപ്പൊക്കെ എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമില്ല അത് അല്ലേ? അതെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് നാരങ്ങ പിന്നിട്ട് ആദ്യം ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇവർക്ക് ഉപ്പിട്ട് നാരങ്ങളെ വേണമെന്ന് പറഞ്ഞായിരുന്നത് നമ്മൾ ഉപ്പിടണം. എനിക്കവിടെ പോയിട്ട് ആ പപ്സ് കൂടി ഒന്ന് കഴിക്കായിരുന്നു. അല്ലെങ്കിൽ മൊത്തം കഴിച്ചാലോ? അത് ശരിയാട്ടോ. പപ്സ് ഒരെണ്ണം ബാക്കി വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. അയ്യോ ഇനി പറയാടുത്തത് റസ്മി കൈ തക്കിയിട്ട് കമന്റ് ഇടൂ. വീട് സൂപ്പറാ. വീട് സൂപ്പറാണ് ഗൈസ്. നിങ്ങൾ മാറിയിട്ടില്ല വീട്? ഞങ്ങൾ മാറി വീട് അല്ല അത് ലീസിനാണ്. ചിലർ ചോദിക്കുന്നത് സ്വന്തമായിട്ട് വാങ്ങിയതാണ്. സ്വന്തമായിട്ട് വാങ്ങാൻ ആദ്യം പിന്നെ മനസ്സിലായി. സ്വന്തമായിട്ട് മേടിക്കാനുള്ളതൊന്നും നമുക്ക് ആയിട്ടില്ല. ആവും ആയിരിക്കും. ഒരു നാളായിരിക്കും. കൈ നല്ല വേദന എടുക്കട്ടെ. നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചാലോ? ഓ ഇതൊക്കെ കൂടെ ഓണാക്കി അതൊന്നും കുഴപ്പമില്ല. നാച്ചുറൽ ആദ്യം ഉപ്പിട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കണം. ഉപ്പിട്ടോ നോക്കാൻ കൊടുക്കാൻ തോന്നുന്നുണ്ട്. സിർസി കയറി ഇപ്പൊ മരിച്ചു വീഴുന്ന കാണാനുള്ള അവസ്ഥ നിങ്ങൾക്ക് കാണാം. ബിഗ് ബോസ് താരം റസ്മി ബിഗ് ബോസ് താരം നന്ദന റസ്മിന് കൊടുത്ത പണി. ഹലോ അപ്സര മോൾ അവിടെ ഇരുന്ന് എന്നെങ്ങളില്ല. അവിടുന്ന് അപ്സരച്ചി ഉപ്പുണ്ടോ നോക്കൂന്ന്. അതെ അതെങ്കിലും ഒന്ന് ചെയ്യൂ. അവിടെ നിന്ന് എന്നെക്കനങ്ങൂ. അല്ലല്ല എന്റെ വീട് നിങ്ങളുടെ വീട് പോലെയാണ്. മനസ്സിലായില്ലേ? താമസിച്ചോ? 3 ബെഡ്റൂം ഉണ്ട്. കാര്യമായിട്ട് ചട്ടിയില ഉപ്പുണ്ടാ? അതാ ഞാൻ ചോദിച്ചാ കയ്പൊക്കെ. ഹലോ വായിക്കില്ല കയ്പ പപ്സ് തട്ടിയിട്ടിട്ട് കയ്പൊക്കെ കുറ്റം പറയാ. ഒന്നുകൂടി കഴിക്കി നോക്ക്. ഓ കഴുകിയിട്ടോ. ആൾക്കാരെ ശ്രദ്ധിക്കുക. അതിനല്ല കാണിച്ച ശരിക്കും മനസ്സിലായി. ക്യാമറ ഓൺ ചെയ്തിട്ടല്ലേ എല്ലാം തോന്നു നോക്കണം. ഒന്നുമില്ല അറിയില്ല ഈ വീട്ടില്. ബ്രാൻഡ് കളിക്കാൻ ചെയ്യുക വേണോ? ആ കാര്യങ്ങൾ ഉപ്പുണ്ടാ? കഴുക് കഴുക് കഴുക്. പണിയെടുക്കുക പണിയെടുക്കുക. ആൾക്കാരിപ്പോ എന്താ വിചാരിക്കണമെന്നറിയോ? ഞാൻ തീറ്റിപ്പണ്ടാറാണെന്ന്. പക്ഷെ എനിക്കല്ലേ കാരണം ഇപ്പൊ സമയം ഒരു 2:30 മണിയായി ഉണ്ടാവും. ഒന്ന് കഴിച്ചു. അപ്പൊ ഞാൻ എന്താ പ്രതീക്ഷിക്കണേ? കൊറേ ദൂരം കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്കും നന്ദനയുടെ വീട്ടിൽ പോയി ചോറും എവിടെ നിന്ന് വന്നു സ്വപ്നങ്ങൾ പല സ്വപ്നങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന അപ്സരച്ചി. ഇന്നലെ നല്ല കൂർക്കുപ്പേരി ആണോ? ഞാൻ എന്റെ കുഞ്ഞു മനസ്സിലായി ഗൈസ്. എന്റെ കുഞ്ഞു മനസ്സിലായി. ഇനി വേണ്ട, ഇനി കഴിക്കില്ല. അതങ്ങനെ എടുത്ത് കുടിച്ചോ മോളെ. വേറെ വഴിയില്ല. ഉപ്പാണോ? പച്ചവെള്ളത്തിൽ കൊത്തിക്കോ വാരിട്ടോ കുഴപ്പമില്ല. ഇത് നാരങ്ങ
നാരങ്ങയുള്ളോ? ഞാൻ വിചാരിച്ചത് നാരങ്ങ വെള്ളം പച്ചവെള്ളത്തിൽ ഉപ്പിട്ട് തന്നു തരാം. Guys, ഇത് കുറച്ചുണ്ട്. ഞാൻ ഓൺ ചെയ്യട്ടെ ക്യാമറ. മണക്ക് മണക്ക് ബിരിയാണി മണക്ക്. എനിക്ക് ഇപ്പഴേ കഴിക്കാൻ തോന്നുന്നു. സൂപ്പർ സൂപ്പർ ഇട്ടാ. വേഗം ചൂടാക്ക്. വിളിക്ക്. അപ്സരേച്ചി വാ, സീരിയസ് ആയിട്ട് വാ. കാര്യമായിട്ട് വാ. മണക്ക് മണത്തൊക്കെ എടുത്ത് പോയാൽ മതി. മണക്ക്. ഞാൻ വെച്ച ബിരിയാണി അല്ല, ഏതൊരു ഹോട്ടലുകാരുടെ ബിരിയാണി. മണക്ക്. ഇതോ മണം. നൈസ് ബിരിയാണി നൈസ്. നീ ഇത് കറി വേണ്ട കഴിക്കാൻ? വരും. ഓൺ ദ വേ സൊമാറ്റോ. ഇപ്പൊ ഇത് കാണിക്കാണ് എന്നെ വിളിച്ചേ. പറയൂട്ടോ, ഞാൻ അവിടെ മര്യാദയ്ക്ക് ചൂടാക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ഏത് കൊള്ളാന്ന്? മിറർ അല്ലേ? ഓക്കെ വരൂ. ആ പൂട്ടിട്ട് റൂമിൽ നീ ചോദിച്ചോ വല്ലതും? ശരിയാണല്ലോ. ഷട്ടിൽ കളിക്കണോ? അതാ ഞാൻ ഷട്ടിലൊക്കെ കളിക്കാറുണ്ട്. ഇപ്പൊ സൈക്കിളുണ്ട്, ഇരട്ടക്ക് പ്രായത്തിന്റെ കൂടെ കിടക്ക്. ജോസ് കേടാ ലവ്വുള്ള റൂമാ. തള്ളക്ക് ഞാൻ മാനസിക ചൂടാക്കിയാലോ? ദൈവമേ, അടുത്താളോ ഇവർക്ക്? എനിക്ക് മാത്രമല്ല കേട്ടോ. അപ്പൊ നീ എന്താ മനസ്സിലാക്കേണ്ടത്? സാമാന്യ മര്യാദ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആൾക്കാർ വീട്ടിൽ ഭക്ഷണം തട്ടാല് ഞങ്ങൾ ഇവിടെയുള്ള സാധനങ്ങൾ പറക്കി കഴിക്കും. എന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതും കുറിച്ചാം. ഇതെനിക്ക് വലിയ അപമാനമായിട്ട് ഞാൻ പോവാം. എന്താ ചെയ്യണേ? കൊറേ നേരമായാലോ ബിരിയാണി ചൂടാക്കാറില്ല. ഒരു വട്ടം പറഞ്ഞവരോട് പിന്നെ ഈ പാത്രത്തോട് വീണ്ടും റെസ്റ്റ് വെച്ച് പറഞ്ഞു. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഈ ഓട്ടപാത്രത്തിൽ ചെയ്യണം. ഓട്ടപാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി. പാത്രത്തിൽ ഇങ്ങനെയാ. അങ്ങനെ വെക്ക്. എന്നിട്ട് ഇതിന്റെ അകത്തേക്ക് ചോറിട്. ഇത് ഓണാക്കാതെയോ? ഇതൊക്കെ നേരത്തെ ഓൺ ചെയ്ത് വെക്കണ്ടേ മല്ലയ്യ? കത്തോ ഇത്? ഗ്യാസ് ഓൺ ചെയ്യാൻ അറിയോ നിനക്ക്? അടുക്കളയിലൊക്കെ കേറാറില്ലല്ലോ. അടിയിലത് തിരിക്ക്. മോളെ ഇങ്ങനെ തിരിക്ക മേലേക്ക്. അഞ്ഞോണക്ക്. ഞാൻ അടുക്കള കയറാണ്ട് വല്ലപ്പോഴും. ഓഫ് ചെയ്യാറില്ലേ ഗ്യാസ് കേട്ടോ? പക്ഷെ ഫ്ലാറ്റ് ആയതുകൊണ്ട് നമ്മൾ ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പൊട്ടിത്തെറിച്ചു. അപ്പൊ അവര് നമ്മുടെ പൈസ മേടിക്കും. പൈസ മേടിക്കാണ്ടാവില്ല ചിലപ്പോ. പാട്ട് വെച്ചാൽ ഹോളില് പാട്ട് വെച്ചിട്ട് നീ ചോറെടുത്ത് ഇതിനകത്തേക്ക് ഇടുക. അതും കൂടി ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് പോവാ. അല്ലെങ്കിൽ കൊളാക്കിയാലോ? ചോറെടു. ആടാ, നീ എന്താ ഇത്ര ടെൻഷൻ ആവില്ല? നീ ഇങ്ങനെ ആയിട്ടോളാ ഇടുക. അപ്പൊ നീ എന്താ കഴിച്ചു ഉച്ചക്ക്? ആരാ? മടി. ഇപ്പൊ എന്തായാലും ഞങ്ങള് വന്നത് ഉപകാരമായി. അതുകൊണ്ട് നിനക്ക് ചോറ് ചൂടാക്കാൻ പറ്റി. അതൊക്കെ എടുക്കാടോ. നീ ഇപ്പൊ ചോറ് ഓട്ടക്കൂടി പോവില്ല. എന്ത് പഠിക്കാനാണ് അതൊക്കെ? അയ്യോ, പണിയെടുത്ത് വേർക്കുന്നൊക്കെ കുട്ടി. മോളെ എത്ര 3 ആൾക്കുള്ളത് ഇട്ടാ മതി. എനിക്ക് ഞാൻ പപ്സ് കഴിച്ചോണ്ട് ഇത്ര കുറച്ച് കഴിക്കോളൂ. നമ്മള് വിചാരിക്കണ പോലെ അല്ല. അപ്പൊ ഇനി ആ ടി വി ഒന്ന് ഓഫ് ചെയ്തിട്ട് വരാം. അധ്വാനിക്കണ വന്നത് കഷ്ടകാലോ. ഇപ്പൊ ബുദ്ധിമുട്ടായി. ഇപ്പൊ ബുദ്ധിമുട്ടായി. എന്ന് വിളിച്ച് പറയാ നിങ്ങള് വരണട്ടോ, വീട് കാണാൻ വരണട്ടോന്നുണ്ട. അപ്പൊ ഇന്നൊരാള് ഇങ്ങനെ എറണാകുളത്താ, ഞാൻ അപ്സരയുണ്ട്, അപ്സരയ്ക്ക് മുടി വെട്ടാൻ വന്നേക്കാണ്. ഓക്കെ ശരി, അപ്സരേച്ചനെ കാണാൻ പോവും. നമ്മളെ കാണാൻ വരാണ്ട്. ഞാൻ തൃശ്ശൂർ ഇന്നലെ വരാൻ പറഞ്ഞപ്പോ വന്നില്ല. അപ്പോൾ എന്റെ കുഞ്ഞു മനസ്സിൽ വേദനിച്ചു. ആരോട് പറയാണ്ട് ഞാൻ വീണ്ടും വെച്ചു. എന്നിട്ട് ഇന്നൊരാള് ഓട്ടോറിക്ഷയില് വന്നേക്കുക. എന്തൊക്കെ കൊണ്ട്? ഡോണറ്റ്, പപ്സ്, കൊട്ടക്കേക്ക്, പപ്സ്. എന്നിട്ട് അത് സ്വയമായിട്ട് കഴിക്കുന്നു. ഇത്രയും ദാരിദ്ര്യം പിടിച്ച മൊത്തം ദാരിദ്ര്യത്തിലാണ് പറയാനത് ചെയ്യാൻ. അപ്പൊ ഇനി നീ ചൂടാക്ക്. ഞാൻ അപ്പുറം പോയിട്ട് വരാം. ഇതൊരു വീടാണോ? ഇവിടെ അപ്സരയിച്ചിട്ട് ഇന്ന് പോയ സാധനങ്ങളാണ്. ഇതൊരു വീടാണോ? നോക്കി വരൂ. ബിരിയാണി എന്താ
ഏതുപോലത്തെ ഓക്കെ എന്റെ ഫാനായി എന്റെ ഫ്രെയിമിന്റെ ഫാനായി ഇതെന്താ അടച്ചു വെക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇത് കാണിച്ചോ ദൈവത്തിന് അറിയാട്ടോ ഒരു സർപ്രൈസ് ആയിട്ട് കഴിയുന്നുണ്ട് ഫുഡൊന്നും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനാണെങ്കിൽ ഈ ബിരിയാണി ചൂടാക്കി കഴിക്കുന്നതാണ് അമ്മ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർക്കുള്ള ഫുഡ് അല്ലെങ്കിൽ ഇവിടുന്ന് എന്നൂടെ ഫുഡ് വെക്കാറുണ്ട് മീൻസ് എന്തെങ്കിലും കുറുപ്പേരി സാമ്പാർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്നൊന്നുമില്ല ഗൈസ് ഇന്നലത്തെ പരിപാടിയുടെ ബിരിയാണി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അത് ഞാനത് ചൂടാക്കിയിട്ട് ചിക്കൻ കറി ഓർഡർ ചെയ്തിട്ടുണ്ട് പാവങ്ങളെനിക്ക് വിഷമമായിട്ടോ നമ്മളൊന്നും കൊടുക്കാണ്ടിരുന്നപ്പോൾ ഞാൻ പറയുന്നത് നിൽക്കാൻ പറ്റുന്ന നിൽക്ക് നമുക്ക് പൊളിക്കാൻ പറഞ്ഞിട്ട് നിൽക്കുമെന്ന് അറിയില്ല നമുക്ക് നോക്കാം അവർക്ക് ഡ്രസ്സൊന്നും ഇല്ല എന്നൊക്കെ പറയണ്ട ഡ്രസ്സൊക്കെ വലിച്ച് കൊത്തി കയറ്റിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ സാരി കൊടുത്ത് അപ്സരിച്ചിട്ടുണ്ടെങ്കിൽ നടത്തും ബിരിയാണി ചൂടായിക്കൊണ്ടിരിക്കാം നിങ്ങളൊന്ന് കാണണം എന്തൊക്കെ ഞങ്ങൾ ഇനി കാണണം ഓക്കെ പണിയെടുക്കുന്ന നന്ദന പണിയെടുക്കുന്നത് പണിയെടുപ്പിക്കുന്നവരായിട്ട് നിന്നിട്ട് ഇവിടെ മൊത്തം അവിടെ ഇട്ട് നടത്തിയിട്ട് ഞാനിങ്ങനെ പണിയെടുക്കേണ്ടി അടിയിൽ വേണ്ടെന്ന് വിചാരിക്കരുത് നിങ്ങൾ ഞാനത് ഉറക്കത്തിലായിരുന്നു ഇതിൽ വന്നപ്പോൾ ഞാൻ ഉറക്കത്തിൽ കുളിക്കേണ്ടി ഞാൻ പൈസ ഇട്ടു അത് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാം ചെയ്യണം അതുകൊണ്ട് ഡെഡിക്കേഷൻ കാണണം ഞാൻ കുളിക്കാണ്ട് അത് ആ ഡെഡിക്കേഷൻ നിങ്ങൾ കാണാതെ ടിപ്സ് പറ്റിയിട്ട് കണ്ടില്ല ഒരു ഗ്ലിസറിൻ പോലും അത് ടിപ്സ് പറ്റിയിട്ട് എന്ത് ചെയ്തോ ഇത് ചെയ്ത ഇനി കുറച്ച് റീൽസ് കണ്ടിട്ട് മേക്കപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇത് പോയി കുളിക്കണം ജസ്റ്റ് കുളിച്ച് കഴിഞ്ഞാൽ ആൾക്കാരെന്താ വിചാരിക്കാം ഫുഡായി നമുക്ക് ചിക്കൻ വരണം ജ്യൂസ് വരണം ഇത് ഓർമ്മയില്ല അവർക്ക് ഇല്ലാത്തോണ്ട് വലിയ കുഴപ്പമില്ല ആ പാട്ട് അപ്പോൾ ഞാനും അപ്പോൾ ശരിയായിരുന്നു തുണ്ടായിരുന്ന ഡ്രസ്സാണ് കേട്ടോ ബൈ ബൈ കാത്തിരുന്ന് അപ്സരച്ച് പുറങ്ങും അല്ല അപ്സരച്ച് ഞാൻ എഡിറ്റ് ചെയ്യാൻ പേടിക്കണ്ട അത് ഇതിന്റെ ഒരു ഒറിജിനൽ കളർ എടുത്ത് കാണിക്കുന്നതാ കറുത്തിട്ട് ചിരിക്കണോ ചിരിക്കണോ ഹലോ ചിക്കൻ വിളിച്ചിട്ട് ആളെ വിളിച്ച് പറയട്ടെ ക്യാൻസൽ ഫുഡ് ക്യാൻസൽ ഓപ്പോ റീൽസ് ചെയ്യണമെന്ന് റീൽസ് ചെയ്യണമെങ്കിൽ ഞാൻ വിളിക്കണം അല്ലാതെ ഞാൻ ചെയ്യണം അത് കിടക്കട്ടെ ചെയ്യണം ഫാൻ ഇടൂ സൗണ്ട് കേക്ക് മൈക്ക് ഇരിക്കണുണ്ടല്ലോ എന്തായാലും ഓക്കെ ഞാൻ മൈക്കൊക്കെ ഉള്ള ആളാണ് കേട്ടോ ഓക്കെ എന്നാ മൈക്ക് കൂട്ടിക്കൂടെ നിനക്ക് കാത്തിരുന്ന് കണ്ണു കാഴ്ച ഗൈസ് സൊമാറ്റോ ചേട്ടന് വഴിതെറ്റി തോന്നുന്നുണ്ട് ഇവിടേക്ക് വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യണം ആദ്യമായിട്ടാണ് അത് കാരണം ചേട്ടനെ വഴിതെറ്റി ചേട്ടൻ വരെ കയറി പറയും തോന്നുന്നുണ്ട് കേട്ടോ ചേട്ടൻ വീട് നമ്പർ 55 ചേട്ടൻ വീടല്ല ഫ്ലാറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചേട്ടനെ മനസ്സിലാവുന്നില്ല ചേട്ടൻ വരുന്നില്ല ഗൈസ് അങ്ങനെ നമ്മുടെ ചിക്കൻ പോസ്റ്റ് എത്തിയിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് കമന്റിച്ച് വീട് ജയി ഗൈസ് ആരോട് പറയണ്ട ചിലപ്പോൾ ഞാൻ ഇറങ്ങിയതാ ആ ചേട്ടനെ നോക്കിയിട്ട് ഒറ്റ വീച്ചേരിക്കും കുത്താലേ നല്ല ചുഖം ബാക്കിന് ബിരിയാണി വന്നിട്ടുണ്ട് കഴിക്കൂ ബിരിയാണി വന്നതിന്റെ അമ്മയുടെ ഉള്ളിൽ ബർത്ത്ഡേകളായിട്ടുള്ളതാണ് ഗൈസ് പെപ്സ് അതിലൊഴിക്കണ മറ്റേ ചോദിച്ചോ മറ്റേ ക്ലാസ്സിൽ ചോദിച്ചോ അതല്ല നല്ലത് അതിലെന്തിനാ ഒഴിക്കണം മോള് അതിലൊഴിക്കല്ലേ നല്ലത് മോള് പെപ്സിയൊക്കെ മോഴിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ സ്പൂൺ കാണാനില്ല നേരെ വെക്കിയത് മൂട് റൂബിന്റെ കളിയാന്ന് പറയാൻ പറഞ്ഞു ഇവിടെ ഈ വീട്ടിൽ ഞാനിത് ഫ്രെഡി അമ്മ തോന്നല രാവിലെ വൈകുന്നേരം വരെ ഇപ്പൊ മേടിക്കുന്നു അമ്മയുടെ മീൻകറി അതൊക്കെ നോക്കി വന്നത് ഒരാളിവിടെ അമ്മ പറയാ ഞാൻ പറയല്ലേ പറഞ്ഞതാ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല ഞാൻ അന്ന് സോമാറ്റോയിലേക്ക് ഇറങ്ങിയതാ ഇരിക്കെ കുത്തല പടക്കാന്ന് പറഞ്ഞു വീട് നേരത്തെ ഞാൻ നിങ്ങളോട് പറയണ്ട ഈ അമ്മ ഒന്ന് നാറ്റിച്ചു എന്റെ എല്ലാം പോയി ഗൈസ് ജോസ് കയ്യഴുക്ക് ചെമ്മീന എന്താണ് മോളെ ഇല്ല ആ അമ്മ ഇരിക്കില്ലേ അമ്മ കഴിച്ചോ അമ്മയുടെ നെറ്റി ഇന്നലെ ഞാനല്ല മരം നീക്കിട്ടതാ പൊട്ടി നെറ്റി പൊട്ടിയാണ് ജോസ് കഴി പീഡിപ്പിക്കണം
ഫുഡ് കഴിക്കാൻ പോകും. ബുദ്ധിമുട്ടാണ് ഞങ്ങൾ നല്ല ബുദ്ധിമുട്ടായി പറയാമേ ഇറങ്ങി പോകാൻ പറ ഇതിനോട് ചോദിക്കണേ നല്ല ബുദ്ധിമുട്ടായി. നമ്മൾ വന്നപ്പോ അത് സന്തോഷമേ ഉള്ളൂ. അശോ ജയന്തി കറക്റ്റ് ജയന്തിയുടെ സ്വഭാവം അപ്പൂ പറയാണ്ടോ ഒന്ന് ശരിയായിട്ട് ഞാൻ അങ്ങനെ പറയൂ 2 ക്യാമറയും മാനേജ് ചെയ്യാൻ എന്നെ കഴിഞ്ഞിട്ട് വേറെ ആരുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ മാനേജ് ചെയ്തതോ. ഹലോ എന്താ നല്ല ചിക്കൻ കറി ഇവിടെ വച്ചതല്ല, ഹോട്ടലിൽ മേടിച്ചതാണ്. ബിരിയാണി എങ്ങനെയുണ്ട്? സർലാസ് എടുക്ക്. ബിരിയാണി അല്ല, ബിരിയാണി റൈസ്. ബിരിയാണി റൈസ്. ആക്ച്വലി ഞാൻ ബിരിയാണി പേഴ്സൺ അല്ല. ചോറ് വാസന. അപ്സരേച്ചി ഇത് കൊളാവല്ല, റിവ്യൂ അല്ല. റിവ്യൂ പറയണ ഒരാൾ വരുന്നുണ്ട്. എന്തോരം ചോറായിട്ടത് നീ കഴിക്കത്. അതിനായിരുന്നു ഈ സാധനം ഇവിടെ എക്സ്ട്രാ ആവശ്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് മാറ്റായിരുന്നു. അതാണ് തട്ടിയിൽ കിട്ടോടെ ഒന്ന് ചിന്തിച്ചോളൂ. അത് എന്താ വെള്ളത്തിന് കുഴപ്പം? പച്ചവെള്ളയോ? അപ്സരേച്ചത് പറയും ചെയ്തല്ലോ പച്ചവെള്ളന്ന്. ഉപ്പിട്ടിട്ട് വന്ന് പറഞ്ഞ അല്ലേ ഇപ്പൊ എനിക്ക് കുറ്റം വെച്ചോണ്ട് മാത്രമാണ് വേസ്റ്റൊന്നല്ല ഈ പാത്രത്തിൽ ഞാൻ ഇതെടുക്കോ. എന്താ പെണ്ണ നമ്മളെ ഒരു പാത്രത്തിൽ ഉണ്ട് വളർന്നു പറഞ്ഞിട്ട് ഇത് കഴിച്ച് കഴിയട്ടെ എന്നിട്ട് ഞാൻ വരാം. നമുക്ക് ക്യാമറ വെക്കാൻ ഇങ്ങനെ വെക്കാം. കണ്ടല്ലേ ഞാനിങ്ങനെ ഭയങ്കര ഹൈടെക്കാണ്. അതെന്താ എന്ത് സ്ഥാനത്തിലാണ് വെച്ചിരുന്നത് പറയും. വെളുപ്പിക്ക് ഞാൻ പേടിക്കണ്ട. അന്നാ വരുന്നു അത് പറഞ്ഞാ വരുന്നു. ഉച്ചക്ക് തെറി പറയട്ടെ ഞാൻ. അല്ലല്ല വിശക്കണില്ല എന്നോട് ബിരിയാണി കഷ്ടപ്പെട്ട് ചൂടാക്കി കഴിക്കുമ്പോ പറയട്ടെ വിശക്കണില്ല. എന്റെ അമ്മ കഷ്ടപ്പെട്ട് 3 പപ്പടമൊക്കെ എടുത്ത് 3 അമ്മേ പോന്നോട്ടെ ബൂസ്റ്റ് ഇവിടെ ഒരാള് വിത്തൗട്ടാണ്. എനിക്ക് വിത്തൗട്ടാ ഷുഗർ ഡയറ്റ്. അപ്പൊ നീ ചോദിക്കുന്നത് എന്താ കഴിച്ചത്? പറ. അച്ഛൻ ഞാൻ ഷുഗർ ഡയറ്റില്ല. അപ്പൊ എനിക്ക് ഇത് പെപ്സി അല്ലേ? പെപ്സി എന്നപ്പോ എന്ത് കഴിച്ചു എന്ന് ഇവര് ചോദിക്കാച്ചാല് ചോദിച്ചിരിക്കുന്നു. ബിരിയാണി ഒക്കെ കഴിക്കുമ്പോ പിന്നെ ഒരു പെപ്സി നിർബന്ധമാണല്ലോ അല്ലേ? നിർബന്ധം. എനിക്ക് ശരിക്കും വേണ്ടി വിശക്കുന്നില്ല. എന്താ ചെയ്യണ്ടേ? വിശക്കുന്നില്ല ബിരിയാണി റൈസ് കഴിയാറായി. നീ 2 കിലോ ബിരിയാണിനകത്ത് ഇട്ടു. ഹലോ ഗൈസ്, അപ്സരേച്ച് ഒരു ഡയലോഗ് പറയാറുണ്ട് ബിഗ് ബോസിൽ ഇരുന്നിട്ട്. എന്താണെന്നറിയാം, നമ്മൾ ഒരാൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അപ്സരേച്ച് പറയും. എങ്ങനെ പറയാറ്? ഒന്നുകൂടി പറ. പറ കറക്റ്റ് പറ. ഇതാണ് ഈ ഭീഷണി കേട്ടിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഓരോന്നും സഹിച്ചുകൊണ്ടിരുന്നത്. ആദ്യം പറയുമ്പോ കുറച്ചൊക്കെ നല്ല എല്ലാവരും പറയായിരുന്നത് കൂടെ കൊഴിന്നൊക്കെ. ഞാനും വയസ്സായി എന്റെ അല്ലല്ല പ്രായമായിക്കൊണ്ടിരിക്കുമ്പോ ആൾക്കാർക്കൊക്കെ വ്യത്യാസം വരും, വേറെ കാര്യം. പക്ഷെ ഞാൻ വരും അതിശക്തമായി തിരിച്ചു വരും. ഓക്കെ ഗൈസ്. ഇപ്പൊ വരും. മുടി വെട്ടിയോണ്ടാണോ കാണിക്കണേ? അതിന്റെ പ്രാരംഭ ഘട്ടം വേണ്ടി മുടി. അല്ല ഈ സ്വാതന്ത്ര്യത്തിൽ ഒറിജിനൽ മുടി ഉണ്ടായിരുന്നോ? സ്വാതന്ത്ര്യത്തിൽ എനിക്ക് ഇതിനേക്കാളും മുടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ബിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നോ? സാരി സിക എന്ന് പറഞ്ഞ ഹെയർ അവരാണ് എനിക്ക് ഹെയർ തന്നത്. അല്ല ഇത് കൊളാബല്ല. ഇതിന്റെ വീഡിയോ പറയാനായിട്ട് കൂടെ അവർക്കൊരു പ്രൊമോഷൻ. ഗൈസ് ബൈ. അവര് ഞാൻ മ്യൂട്ട് ചെയ്യാം വോയിസ് കേട്ടോ. ഗൈസ് ഞാൻ ഒന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. 2 വീഡിയോ ഒക്കെ എടുക്കണം. അയ്യോ നമ്മൾ ആരും എടുക്കണ വീഡിയോ വലിയ ആള് പോകണോ? വീഡിയോ എടുക്കണ്ടാവും. വീഡിയോ എടുക്കും ഞാൻ പോയി കുളിക്കട്ടെ കേട്ടോ. കുളിച്ചിട്ട് വരാം. ഓ ഞാനങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞെത്തിട്ടോ. അവിടെ എന്താ നടക്കണേന്ന് പോയി നോക്കട്ടെ ഞാൻ റൂമിൽ. ഓക്കെ ഉറങ്ങാണെന്ന് തോന്നുന്നുണ്ട് രണ്ടാളും. ഒരാളും ഇരിക്കുന്നു. അടുത്താൾ നല്ല പാട്ട് പാടി കൊടുക്കാൻ എന്തോ ഉറക്കം. ആ വീട്ടിലെ തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളുണ്ട് കേട്ടോ. തിമിരത്തിന്റെ ഓപ്പറേഷൻ നന്നായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ യു കണ്ണ് ചീഞ്ഞിരിക്കണം. ഇട്ടോളൂ നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ പോണ ഗൈസ്. അപ്സരച്ച് എനിക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നോക്കട്ടെ സുന്ദരായിട്ടുണ്ട്. ഓ എല്ലാവർക്കും മൈക്ക് എനിക്കും അതിന്റെ സെയിമാ. പൂച്ചക്കുട്ടീൻ്റെ ഇടുന്ന ബാഗാണോ അത്? എന്റെ അമ്മൂമ്മ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്സരച്ചിനെ. കുറെ നാളെ കാണണം എന്ന് പറയുന്നത്. പക്ഷെ എന്റെ അമ്മൂമ്മ കാണണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരാൾ മേക്കപ്പ് ഇടുന്നു. എപ്പടി എന്താണ് ചെയ്യുന്നത്? സൺസ്ക്രീൻ ഇടുക. ഞാൻ നോക്കിയപ്പോ നന്ദന കൊറേ എന്തോ വാരി ഇടുന്നു. ദൈവമേ, ഞാൻ ഈ സൺസ്ക്രീനും മോയ്സ്ചറൈസറും മാത്രമേ വരാറുള്ളൂ. അതിന്റെയാണ്
തിളക്കം എന്റെ മുഖം തൊട്ടുകൂടി പോയി കണ്ടില്ലേ? കുരുവല്ല ഗൈസ്, എനിക്ക് എന്തോ അസുഖമുണ്ട്, മാരകമായ അസുഖമുണ്ട്. ഞാൻ ആരോട് പറയാണ്ട് വെച്ചിട്ടായിരുന്നു. വട്ടച്ചൊറി നോക്കട്ടെ, മുഖം നോക്കട്ടെ. ഓ ഇല്ലല്ലേ, കുറച്ചൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. പക്ഷെ റസ്മി മോളുടെ മുഖം ലിപ്സ്റ്റിക് ഇടില്ല കേട്ടോ. പക്ഷെ മേക്കോവറിനെ കുറിച്ച് എന്തെങ്കിലും പറയാണ്ടോ? മേക്കോവറിനെ കുറിച്ച് കൊല്ലം കുറെ കഴിഞ്ഞിട്ട് എല്ലാരും ഒന്ന് ഹാപ്പി അപ്പോഴും എന്റെ അമ്മേനെ ബുദ്ധിമുട്ടിക്കും. അതെ പോവാ നമുക്ക് നല്ല പറയണേ, മാണ്ടറി ചായ കുടിച്ചിട്ട് പോവാന്ന് തിരുവനന്തപുരം ഭാഷ. എന്തിനപ്പി ഇവരങ്ങനെ പറയില്ല? അപ്സരിച്ച് അങ്ങനെ പറയാറുണ്ടോ? അപ്സരിച്ച് കുറച്ച് വേറെ പറയാ. മുതുക്കുന്ന പെണ്ണുങ്ങളോട് അങ്ങനെ പറയില്ലേ? ഇല്ലേ? അതെ, ചിലപ്പോ എന്നാ വണ്ടി തലകാറുണ്ട്. അതെ, പാവം ഇതിന്റെ പോലെ കുടി നടക്കുന്നുണ്ട്. മുടി വെട്ടിട്ട് നോക്കിയാ മുടിയുള്ളതൊക്കെ കളഞ്ഞു ഗൈസ്. അമ്മ കൊല്ലില്ല, അമ്മയുടെ മുടി ഒന്നുണ്ട് അല്ലേ? എല്ലാ അമ്മൂമ്മേടെ അടുക്ക് കയറി പോകുന്നതേ പിടുത്തം കിട്ടിയിട്ടില്ലേട്ടാ. അമ്മൂമ്മയ്ക്ക് നോക്കട്ടെ, മനസ്സിലായില്ലെന്നാ? അമ്മൂമ്മയ്ക്ക് എന്തോ പറ്റിണ്ട് കൈസ്. അമ്മൂമ്മ അതുകൊണ്ടാവും മനസ്സിലാവട്ടെ മോളെ, വയ്യാണ്ട അമ്മൂമ്മക്ക് ഛർദിയൊക്കെ ആയിരുന്നു. ഛർദി കുറവുണ്ടോ? ഛർദിക്കണമൊന്നുമില്ല, ഇപ്പൊ ഭക്ഷണമൊന്നും കഴിക്കണില്ലേ. അപ്പൊ ഇഞ്ചി കുറ്റി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓ റസ്മിൻ ചേച്ചി നിക്കറന്നായി ശരി, ഞാൻ ഇവിടെ കട്ട് ചെയ്യണം. എവിടെ അപ്സരിച്ചിക്ക് മൊത്തം ഫാൻസ് ആണ് ഗൈസ്. ജയന്തിനെ എന്റെ മഹാദേവ ഡയലോഗ് ഞാൻ എപ്പോഴും ആ ക്യാരക്ടർ അങ്ങനെ വിളിക്കും, മഹാദേവൻ. നമുക്ക് സജിതയാണ് വീഡിയോ എടുത്ത് തരാൻ പോകുന്നത്. സജിതയുടെ കല്യാണമാണ്. എന്നാ കല്യാണം സജിത? അതെ, ഏപ്രിൽ 20. എത്ര വയസ്സായി? ഞാൻ മൂത്ത് തരച്ച് നിൽക്കുന്നു, ഇവൾ കല്യാണം കഴിച്ച് പോകുന്നു. എന്താ ചെയ്യാ? ഓ നല്ല ചൂടുണ്ടിട്ടാ ഗൈസ് സത്യത്തില്. പ്രശ്നമില്ല, ഫുൾ ടൈം ചിരിച്ചോണ്ടിരിക്കും. ആ അതെങ്ങനെയാ വല്ല സ്റ്റെപ്പ് തിരിച്ചത് അപ്പ ഓർത്തോർത്ത് ചിരിക്കും. അങ്ങനത്തെ സ്വഭാവമുണ്ട്. നമുക്ക് വീഡിയോ എടുത്തതിന്റെ കോളാണ്ട് ഈ കാണുന്നത്. 10 ടേക്ക്, ഒരാൾ തെറ്റിച്ച് അടുത്താൾ തെറ്റും, അടുത്താൾ തെറ്റി ഒരാൾ തെറ്റി. ക്യാമറാമാന് വയ്യണ്ടേ? ക്യാമറമാൻ വരൂ, സജിതയ്ക്ക് നാണം. ഇതാണ് ക്യാമറാമാൻ ഗൈസ്. ക്യാമറാമാൻ കണ്ണാട വെച്ചോണ്ടാണ്. ഈ പെണ്ണുമ്പിള 100 വട്ടം തിരിച്ചിട്ടുണ്ട് ഇല്ലേ? ഞാൻ ബാക്കിൽ കിടന്ന് നിക്കറമായും കുറേ വട്ടം തിരിച്ചിട്ടുണ്ട് ഗൈസ്. പാട്ടിനുള്ള പോക്കാണ് കേട്ടോ. 2 അരയന്നങ്ങൾ പാടത്തു കൂടെ പോകുന്നു. 2 താറാവ് കൂട്ടങ്ങൾ. എന്റെ പാടം ഇഷ്ടപ്പെട്ടോ? നീർക്കോലി. അതെ, ഓക്കെ ടീച്ചർ. ഓക്കെ അല്ല, ഓക്കെ ചേച്ചി. മാറ്റി പറയരുത്, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേരാണ്. കഷ്ടപ്പെടേ ചെയ്ത് വിധമായി ഗൈസ്. വേർത്ത് പിണ്ടിയായി ഗൈസ്. ഞാൻ വേർത്ത് പിണ്ടിയായി ശരിക്കും. അടുത്ത പാട്ട് ചെയ്യാനായിട്ട് നമ്മൾ റോഡ് അരികിലെത്തിയിട്ടുണ്ട്. ഈ നിക്കർ ചേച്ചി എന്നൊക്കെ വരൂ. വാ, ഇവിടെ ആ ചെറിയ പിള്ളേരാ. അപ്പൊ ഒരു പൂപ്പോ വാടിനി. ഓ വാപ്സരി വാടിനിന്ന് വാപ്സരിച്ചേ. എങ്ങനെയുണ്ട് നമ്മുടെ ഡാൻസ്? ഇന്നിറക്കൂല നമ്മളെ ഡാൻസ്? അതെ, സൂപ്പർ. ക്യാമറാമാൻ ക്ഷീണിച്ചോടെ നിൽക്കുക, പാവം. അയ്യോ, താങ്ക്സ് കൊടുത്തത് വീഡിയോ എടുത്തത് വീഡിയോഗ്രാഫറിന്. അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊക്കെ സജിതയ്ക്ക് വിഷയൊക്കെ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സജിത, വീഡിയോ എടുത്തതിനും. ഞാൻ എത്ര വേർത്ത് കുളിച്ചു അമ്മേ. ജീവിതത്തിന് അതിനും കുശുമ്പിയായിരുന്നു തമാശ പറയണതാ അല്ലേ? പറഞ്ഞെടുക്കും. ഫാൻസിനെ കൊണ്ട് എറണാകുളം വരെ റസ്മി ചേച്ചി വണ്ടി കൊണ്ടുപോകാന്ന് അപ്സരേച്ചിനെ. അത് എന്റെ വണ്ടിമേ. എങ്ങനെയുണ്ട് എന്റെ വണ്ടി? മനസ്സ് കളിച്ച് ക്ഷീണിച്ച് വെള്ളം കുടിക്കുമ്പോൾ ഒരു ഫീല്. അപ്സരേച്ചി അതിപ്പോ പറയാം. ആ ഫീല് പറ, എങ്ങനെയുണ്ട് ആ ഫീല്? അതേത് ഫീലാ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മുറുക്കട്ടെ പെണ്ണേ.
നീ റസ്മിൻ മോൾ പറ ആ ഫീൽ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ആ ഫീൽ? തണുത്ത മിനറൽ വാട്ടർ. ഈസോ ഇപ്പൊ വാട്ടർ ഷെയ്ഡ് മിനറലായിരുന്നു ഞാൻ. ചേട്ടാ ഗുഡ് ബോയ്. അപ്പൊ ഗൈസ് നമ്മൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞു. ഈശോ പട്ടി മേടിച്ചു. അതെ ഹെൽമെറ്റ് അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട എന്താ ഇവിടെ? ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മളെത്തി അല്ലേ? ആരാണ് മനസ്സിലായില്ല. അമ്മയുടെ ഹെൽമെറ്റ് കൊണ്ട് വെക്കാം. അപ്പൊ നമ്മൾ പോവാണല്ലേ ചായ കുടിക്കാൻ മുകളിലേക്ക് പോവാണ് അല്ലേ? ചായ കുടിക്കാൻ മുകളിലേക്ക് പോകുന്നെന്ന് പറയണ്ടേ? അല്ലേ ജാടയാണ് കേട്ടോ. ഭയങ്കര ജാടയാണ്. ജയന്തിക്ക് ഭയങ്കര ജാടയാണ് ഗൈസ്. നമുക്ക് ചായ കുടിക്കാൻ പോകാം. ഓക്കെ ബൈ. ആണോ? ഓക്കെ. അമ്മൂമ്മക്ക് എന്തമ്മേ? ഇവിടെ മധുരടാത്ത ഷുഗർ കട്ട് ചായ കുടിക്കുന്നു. ചായ ടേസ്റ്റ് മധുരടാത്ത ചായ നല്ല സുഖത്തിൽ ഇങ്ങനെ ഗുപ്തന് ചായ ഒരു കുടിക്കാനായിരുന്നു ഇഷ്ടം. ആണോ? എന്റെ കുപ്പി എടുത്ത് അടപ്പെട്ട് കുടിക്കുന്നു. പറയും തോന്നുന്നുണ്ട് നിങ്ങൾക്കില്ല. ഈ ആവശ്യമില്ലാത്ത ചോദ്യമൊക്കെ ചോദിക്കുന്നു. ഞാൻ എന്നാ വരണേന്ന് വരരുതേ. അതെ അതും ഇവർ രണ്ടെടുത്ത് വേറെ വല്ലവരാണെങ്കിൽ വല്ലവരും പറയും ഇനി വരുന്നില്ല അമ്മയെന്ന് പറയും. പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്ത ജോലിയില്ലാത്ത ടീച്ചർ ഉണ്ട് ഇവിടെ. ഫുൾ ടൈം ഷൂട്ടാണ്. അമ്മൂമ്മമാരൊക്കെ വിളക്കത്തിയാൻ വിളിക്കും. അമ്മൂമ്മയാണ്ടല്ലോ വിളിക്കുന്നത് അല്ലേ? അതും യങ് ചേച്ചിമാരാണ് വിളക്കത്തിയാൻ വിളിക്കാറ്. പക്ഷെ ഇവിടെ വന്നോണ്ട് ഒരു ഉപയോഗം ഉണ്ടായി. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നന്ദൂട്ടൻ പഠിപ്പിച്ചു ഇല്ലേ? ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നന്ദൂട്ടന്റെ ശിക്ഷണത്തിലുള്ള എന്റെ എഡിറ്റിംഗ്. നന്ദുവിന്റെ എഡിറ്റിംഗ്. മക്കളെ അതെ ഇവരെ പറഞ്ഞു വിടട്ടെ ഞാൻ. എന്തുട്ട് ഇതെവിടെ പഠിപ്പിച്ച കാര്യം ഇന്നൊന്നുമില്ല. നാളെ വരെ പറയാം. ഒന്നുകൂടി വിളിക്കോ? അപ്പൊ ബൈ. എനിക്ക് തണുത്ത വെള്ളം തരുമോ? അതിന് ഇവര് വന്നപ്പോ തൊട്ട് എന്റെ ബാത്റൂമിലായിരുന്നു. ഫുൾ ടൈം ബാത്റൂം. ഇവർക്ക് എന്തോ പറ്റിയുണ്ട്. ഞാൻ കൊടുത്ത ഫുഡിന്റെ ആണോ അതോ നാരങ്ങളുടെ ആണോ അറിയില്ല കേട്ടോ. അപ്പൊ ഗൈസ് എന്റെ വീട്ടിൽ നിന്ന് 2 അതിഥികൾ വന്നിട്ടുണ്ടായിരുന്നു. ആ 2 അതിഥികളെ ഞാൻ പറഞ്ഞു വിടാണ്. അതിഥികൾ പോവാണോ? ഞാൻ മൂർഖൻ മതിയോ? അപ്പൊ ഗൈസ് ഇവര് എന്റെ വീട്ടിലേക്ക് വന്നതിന് സ്ഥലം എനിക്ക് കുട്ടികളെ വീട്ടിലേക്ക് വന്നതിന് സന്തോഷമുണ്ട്. ബിഗ് ബോസിലെ ഫസ്റ്റ് ഗസ്റ്റ് ആണ് ഇവര്. ഇവിടേക്ക് വന്ന ഗസ്റ്റ് കേട്ടോ. അയ്യോ മുടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ. ഇതേത് മൂട്? തള്ള മൂട്. നോക്ക് ഈ വീട്ടിൽ വന്ന സമയം ഒരു സത്യം വരെ ആയിക്കൂടെ തന്നു ഒരു ചോറും ഒരു ചായ. അതിന് വേണ്ടിട്ട് എനിക്ക് എന്നെ കൊണ്ട് ഒരു 10 ആൾക്കാരുടെ പണിയെടുപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞു മനസ്സിലായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വ്ലോഗ് പോയി കാണാം. വീണ്ടും ബൈ.